റിപ്പോർട്ടർ ചാനൽ ചർച്ചയ്ക്കിടെ CPIM നേതാവ് PA മുഹമ്മദ് റിയാസിനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ BJP പ്രവർത്തകർ ആക്രോശിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കാൻ CPIM തീരുമാനം. BJP പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് റിയാസ് വെള്ളയിൽ പോലീസിന് പരാതി നൽകി. വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഉയർത്തുമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനൻ വ്യക്തമാക്കി. റിപ്പോർട്ടറിന്റെ കേരള കുരുക്ഷേത്രം പരിപാടിക്കിടെയായിരുന്നു CPIM നേതാവ് PA മുഹമ്മദ് റിയാസിനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. ഇത് സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ടാണെന്ന് ആരോപിച്ച് റിയാസ് വെള്ളയിൽ പോലീസിൽ പരാതി നൽകി. പാകിസ്ഥാനിലേക്ക് പോടാ എന്ന് ആക്രോശിച്ച് വരികയും ചർച്ച നിയന്ത്രിച്ച ആങ്കറുടെ ഷർട്ടിൽ കയറി പിടിക്കുകയും കസേരകൾ ചവിട്ടി മാറ്റുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ഇത്രയൊക്കെ ഉണ്ടായിട്ടും പോലീസ് സ്വമേധയാ കേസെടുക്കേണ്ട വകുപ്പുണ്ടായിട്ടും എടുക്കാത്ത സ്ഥിതി വന്നു. വിഷയം സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉയർത്താനും CPIM ജില്ലാ നേതൃത്വം തീരുമാനിച്ചു. അതിശക്തമായ നടപടിയെടുക്കണം. പാകിസ്ഥാനിൽ പോയിക്കൊള്ളാൻ കൽപ്പിക്കുന്നു. അങ്ങനെ പറയാനുള്ള പിൻബലം എവിടുന്ന് കിട്ടി? അങ്ങനെ പറയാനുള്ള ഈ കോഴിക്കോട് പോലുള്ള പ്രബുദ്ധമായ ഈ രാഷ്ട്രീയ കേരളത്തിൻ്റെ തലസ്ഥാനമെന്ന് വരെ നമുക്ക് അഭിമാനിക്കാനാവുന്ന ഈ കോഴിക്കോട് നഗരത്ത് നിന്ന്, മതനിരപേക്ഷതയുടെ കേന്ദ്രമായി കോഴിക്കോട് നഗരത്ത് നിന്ന് അങ്ങനെ പറയാനുള്ള കരുത്ത് കിട്ടുന്നത്, പ്രചോദനം കിട്ടുന്നത്, ഇതിനേക്കാളും അപ്പുറം കാണിച്ചാലും ഒരു നടപടിയും സ്വീകരിക്കില്ല ഈ കേരളത്തിലെ ഗവൺമെൻറ് എന്നുള്ള ഒരു തോന്നലാണ് യഥാർത്ഥത്തിൽ ഇതിനെല്ലാം അടിസ്ഥാനമാവുന്നത്. ഇതിനു പുറമെ മന്ത്രി MK മുനീർ BJPയുമായി വോട്ട് കച്ചവടത്തിന് നീക്കം നടത്തുന്നതായുള്ള ആരോപണം, പേരാമ്പ്രയിൽ കാലിക്കച്ചവടക്കാരെ ആക്രമിച്ചത് തുടങ്ങിയ വിഷയങ്ങളും CPM തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചാ വിഷയമാക്കും. 3 വിഷയങ്ങളും ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ സഹായകമാവുമെന്നാണ് CPIM വിലയിരുത്തൽ. റിപ്പോർട്ടർ, കോഴിക്കോട്.